മനസ്സിലാക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ അല്ലദീന തബഉ വഹദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാതൃകകൾ കാണിച്ച് ജീവിച്ച വ്യക്തിത്വമാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. എല്ലാ മേഖലകളിലും മാതൃക കാണിച്ച് ജീവിതം ശുദ്ധീകരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്മരണകളെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന, അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗ നിർഭരമായ ജീവിതത്തെ സംബന്ധിച്ച് ഓർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാതൃകയാണ് അദ്ദേഹം നിർവഹിച്ച പ്രാർത്ഥനകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്നു എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഖലീലുള്ള എന്ന നാമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ള എന്ന് വിളിക്കാൻ മാത്രം ദറജയിലേക്ക്, പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉമ്മത്ത്, ഖാനിത്ത്, ഷാക്കിർ എന്നിങ്ങനെയുള്ള ഒട്ടനവധി നാമങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഫضലുകൾ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച ദുആഇനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുന്നിടത്ത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമതായി വല്ലദീന, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വല്ലദീന അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ യൗമദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരാൻ ഞാൻ നിന്നോട് അത്യാർത്തി കാണിക്കുന്നു. ആ പുറത്തു തരാൻ ഞാൻ നിന്നോട് അത്യാർത്തി കാണിക്കുന്നു. അതായത് നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് ഞാൻ നിന്നോട് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. ജീവിതത്തിൽ ഒരുപാട് സ്ഥാനങ്ങൾ അല്ലാഹു നൽകിയിട്ടും ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അൻ യഗ്ഫിറ ലീ ഖതീഅതി, എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ അത്യാർത്തി കാണിച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ യാതൊരു നന്മയിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും എന്തെങ്കിലുമൊക്കെ ചെറുതായി ചെയ്തു എന്ന് തോന്നുമ്പോൾ ഞാൻ ഒരുപാട് നേടിയെടുത്തു എന്ന ചിന്തയാണ് നമുക്ക് വരാറുള്ളതെങ്കിൽ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ചിട്ടും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫലം നൽകുന്ന ഖിയാമത്തു നാളിൽ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമെന്ന് ഞാൻ അത്യാർത്തി കാണിക്കുന്നു. കാരണം എന്താണെന്നറിയങ്ങൾ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ യൗമ തുബ്ലസ് സറായിർ, യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്
യൗമുൽ ഖിയാമ, ഹിസാബിന്റെ ദിവസം, വിചാരണയുടെ നാൾ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളതുപോലും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. കൽബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ വരെ വെളിപ്പെടുത്തുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാളിൽ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരാൻ, ഞാൻ ആളുകളുടെ മുന്നിൽ അപമാനിതരായി നിൽക്കാതിരിക്കാൻ പടച്ച റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ഹദീസിൽ കാണാം. രണ്ടാമത്തെ ദുആ പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 128-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തുടർന്ന് പഠിപ്പിക്കുന്നത് കാണാം. വഅരിനാ മനാസികനാ വതുബ് അലൈനാ, വഅരിനാ മനാസികനാ, അല്ലാഹുവേ കർമ്മങ്ങൾ നീ എനിക്ക് പഠിപ്പിച്ചു തരണേ റബ്ബേ. വതുബ് അലൈനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണേ അല്ലാ. ഇബാദത്ത് എങ്ങനെ ചെയ്യണം എന്ന് റബ്ബേ നീ എന്നെ പഠിപ്പിക്കണം. കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് പടച്ച റബ്ബേ നീ എന്നെ പഠിപ്പിക്കണേ അല്ലാ. എന്നിട്ട് തുടർന്ന് പറഞ്ഞത് വതുബ് അലൈനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണേ നാദാ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങളിൽ പിഴവുകൾ സംഭവിക്കും, അപാകതകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ജീവിതത്തിൽ മുഴുവനും തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാം. ഇവിടങ്ങളിലൊക്കെ പാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അബദ്ധങ്ങൾ എന്നിൽ സംഭവിക്കുമ്പോൾ വതുബ് അലൈനാ, നീ എനിക്ക് പുറത്തു തരണം പടച്ചോനെ. നീ പഠിപ്പിച്ച കർമ്മങ്ങളാണ് ഞാൻ നിർവഹിക്കുന്നത്, ബിദ്അത്തുകളല്ല, ഒരു പുതിയ ആചാരങ്ങളല്ല, പുത്തൻ വിശ്വാസങ്ങളോ പുത്തൻ ആചാരങ്ങളോ അല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചത്. അള്ള പഠിപ്പിച്ച കർമ്മങ്ങളാണ്, അള്ള പഠിപ്പിച്ച വിശ്വാസമാണ്. അത് ഞാൻ നിർവഹിക്കുന്നിടത്ത് മനുഷ്യനെന്ന നിലക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ വതുബ് അലൈനാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നോക്കൂ നിങ്ങൾ. 3-ാമത്തെ പ്രാർത്ഥന നമുക്ക് കാണാം. കർമ്മങ്ങൾ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് മക്കൾ സ്വാലിഹാകാൻ വേണ്ടി ദുആ ചെയ്തു അല്ലേ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഒന്നിങ്ങനെ അടുപ്പിച്ചിരുന്നാലല്ലേ, പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉള്ളിൽ കയറിക്കോട്ടെ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ സ്വാലിഹായ സന്താനങ്ങളെ, സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് നൽകണേ റബ്ബേ. റബ്ബി, എൻ്റെ റബ്ബേ, ഹബിലി മിനസ് സ്വാലിഹീൻ, നീ എനിക്ക് സ്വാലിഹായ സന്താനത്തെ നൽകണം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് അദ്ദേഹം മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാം. നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞാൽ മക്കളെ പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ മക്കൾ സ്വാലിഹായ ഒരു സന്താനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാനും ആ രൂപത്തിൽ തന്നെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനും തേടണം എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകാപരമായ ദുആയാണ് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയത്. അദ്ദേഹം ആ പ്രാർത്ഥന അവിടെ നിർത്തിയില്ല. അദ്ദേഹം ദുആ ചെയ്യുകയാണ്, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അൻ അഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധകരിൽ നിന്ന്, അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ എന്നാണ്. അതിൽ നിന്ന് നീ അകറ്റണം, വിഗ്രഹാരാധനയിൽ നിന്ന് ഞങ്ങൾ അകറ്റണം. അവിടെ എന്താ പറയുക, പരിപൂർണമായൊരു വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മമായ ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ആദർശം ഉൾക്കൊണ്ടൊരു മക്കളാക്കി എന്നെയും എൻ്റെ മക്കളെയും നീ മാറ്റണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല മക്കളായി, അതിൽ വിശ്വാസരംഗത്ത് തകരാറുകളില്ലാത്ത, ശിർക്ക് കലരാത്ത വിശ്വാസം പേറി ജീവിക്കുന്ന ഏറ്റവും നല്ല പവിത്രമായ വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേന. ആദർശബോധമുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഇത്തരം ദുആകൾ, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.
ഒരുപാട് മക്കൾ ഇന്ന് മുർത്തദ്ദായി പോകുന്നുണ്ട്. ദീനിൽ നിന്ന് വഴിതെറ്റി, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് വഴിതെറ്റി തെറിച്ചു പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. വഴിതെറ്റിപ്പോകുന്ന, മുർത്തദ്ദായി പോകുന്ന ആളുകൾ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി വാർത്തെടുക്കുന്നിടത്ത്, വളർത്തിയെടുക്കുന്നിടത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം നല്ല മക്കളുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, പ്രാർത്ഥിക്കുക കൂടി വേണം. പ്രാർത്ഥിക്കുക കൂടി വേണം. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ മക്കൾ. ആ മക്കൾ നല്ല മക്കളായി വരുന്നിടത്ത്, വാർത്തെടുക്കുന്നിടത്ത് മാതാപിതാക്കളുടെ പ്രയത്നങ്ങളും അവരുടെ പ്രാർത്ഥനയും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ വർഷത്തെ അറഫ പ്രഭാഷണം നിർവഹിച്ച പ്രഭാഷകന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഇമാമിൻ്റെ ആ പ്രഭാഷണത്തെ മലയാളീകരിച്ചതിനെ പരിഭാഷപ്പെടുത്തിയത് കേരളത്തിലെ ഒരു ചെറിയ പ്രായമുള്ള നമ്മുടെ ഒരു പ്രവർത്തകന്റെ മകനാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ആനന്ദം വേറെന്താണ്? ഒരു വാപ്പാക്ക് അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെന്താ കിട്ടാനുള്ള ഭൂമിയിൽ? ഒരു ചെറുപ്പക്കാരൻ അള്ളാന്റെ ദീന് ദഅവത്ത് നിർവഹിക്കുന്നിടത്ത് അദ്ദേഹം നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അള്ളാഹു ഇനിയും അദ്ദേഹത്തിൻ്റെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. ഏറ്റവും വലിയ മഹത്വമാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത്, അവരെ നല്ലവരാക്കി വാർത്തെടുക്കുന്നിടത്ത് നമ്മുടെ സഹോദരങ്ങളെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഇനി അത് മാത്രമല്ല, നാലാമതായി ഇബ്രാഹിം നബിൻ്റെ മറ്റൊരു ദുആ നമുക്ക് ചരിത്രത്തിൽ കാണാം. കഅബാലയം പണിത് പൂർത്തീകരിച്ചു. ഇന്ന് ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. അറഫ മൈതാനത്തിൽ ഒരുമിച്ചിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഇന്നലത്തെ ദിവസത്തിൽ അറഫയിൽ വമ്പിച്ച ആളുകൾ ഒരുമിച്ച് ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്വരമായ ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു മഹത്വരമായ തെളിമയാർന്ന വഴി ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമായി തെളിയിച്ച ദിവസം, അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ ദിവസം. അൽ ഹജ്ജു അൽ അറഫ എന്ന് പറയുമ്പോൾ അറഫയാണ് ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മം എന്ന് പറയുമ്പോൾ ആ അറഫ കഴിഞ്ഞ് സഹോദരങ്ങളെ കഅബാലയത്തെ തവാഫ് ചെയ്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമെന്ന് അള്ളാഹു വിളിച്ചിട്ടുള്ള കഅബാലയം, ആ കഅബാലയത്തെ പണിത മഹാനായ അതിനെ പുതുക്കി പണിയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതേ മഖാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്ന ആ പ്രദേശം ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് കഅബാലയത്തിൻ്റെ ഓരോ പടവുകളും ഓരോ കല്ലുകളും ആ കഅബയുടെ കല്ലുകൾ മുകളിലേക്ക് കയറ്റി വെച്ച് അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴെ ഇറങ്ങുമ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും രണ്ടാളുകളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സഹോദരങ്ങളെ, വാപ്പയെപ്പോലെ തന്നെ നല്ലൊരു സന്താനം, നല്ലൊരു മകനായി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നിടത്ത് വാപ്പയുടെ കൂടെ കണ്ണി ചേർന്ന് തോളോട് തോളു ചേർന്ന് ഉപ്പയെ സഹകരിക്കുന്ന, ഉപ്പാക്ക് ദീനിനു വേണ്ടി സഹായിക്കുന്ന ഒരു സന്താനമായി ഇബ്രാഹിം നബി കൂടെ ഉണ്ടാവുക മാത്രമല്ല, ഓരോ കല്ലുകളും എടുത്തുകൊടുത്ത് ആ പണി പൂർത്തിയാക്കി അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ രണ്ടാളുകളും പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ ഈ പ്രവർത്തിച്ച പ്രവർത്തനത്തെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ റബ്ബേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നറിഞ്ഞവനാണു നീ. ഞാൻ കഅബാലയത്തിൻ്റെ പണിതാ ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണെന്നറിയുന്നവനാണ് റബ്ബേ നീ. എൻ്റെ കർമ്മങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നറിയുന്നവനാണ് പടച്ച റബ്ബേ നീ. അതുകൊണ്ട് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ റബ്ബേ. ഒരു പ്രവർത്തനം, ഒരു ഇബാദത്ത് ചെയ്തു കഴിയുമ്പോൾ
ആ ഇബാദത്ത് അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഇബാദത്തായി മാറാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനകളൊക്കെ വലിയ പാഠം നമുക്ക് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ പുണ്യകർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി മാറാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അഞ്ചാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി. റബ്ബി ജഅൽനി, റബ്ബേ നീ എന്നെ ആക്കണേ, മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരാക്കി റബ്ബേ നീ എന്നെ മാറ്റണേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നീ ആ രൂപത്തിൽ നിലനിർത്തണേ റബ്ബേ. എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി റബ്ബേ ഞങ്ങളെ നീ മാറ്റണം എന്നാണ്. നിസ്കാരം നിലനിർത്താൻ വേണ്ടി അള്ളാഹിനോട് അങ്ങനെയുള്ളൊരു മനുഷ്യനായി മാറാൻ, അങ്ങനെയുള്ള സന്താനങ്ങളായി എൻ്റെ മക്കൾ മാറാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാണ്. നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പടച്ചോനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. എന്തോ ശൈത്വാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നൊരു മേഖലയാണ് നമ്മുടെ ഇബാദത്തിൻ്റെ മേഖല. ആദർശരംഗത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ശൈത്വാൻ നമ്മളെ വഴിപിഴപ്പിക്കുന്നതോടൊപ്പം നമ്മളെ ശൈത്വാൻ ഇടപെടുന്ന നമ്മുടെ ഇബാദത്തിലേക്ക് ഒരു ഗഫലത്ത് നമുക്ക് തരാൻ ശൈത്വാൻ എപ്പോഴും നമ്മളെ പിന്നാലുണ്ടാവും. ഗഫലത്തിലേക്ക്, ഒരു അശ്രദ്ധയിലേക്ക് നമ്മളെ പിടിച്ചു തള്ളാൻ. ഒരു ജമാഅത്തിന് പള്ളിയിലെത്തുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സൊരിക്കലും പാകപ്പെട്ട് വരാത്ത ഒരുപാട് ആളുകളൊന്നുമുണ്ട്. പള്ളിയിലേക്ക് കൃത്യസമയത്ത് ളുഹർ ബാങ്ക് കൊടുത്താൽ ളുഹറിന് പള്ളിയിലെത്തണം, അസർ ബാങ്ക് കൊടുത്താൽ അസറിന് ഞാൻ ജമാഅത്തിന് പള്ളിയിലെത്തണമെന്ന് കുതിക്കുന്നവർ സഹോദരങ്ങളെ വളരെ വിരളമാണ്. അതിനൊരു മനസ്സ് കിട്ടണമെങ്കിൽ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മക്കളെയും അതിൽ ഉൾപ്പെടുത്തണം എന്നാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അവിടെ മുഖീമ, നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, നിസ്കാരം നിലനിർത്തുന്നവരാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരം അതിൻ്റെ അടുക്കും ചിട്ടയിലും നിർവഹിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണം. വെറുതെ ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നൊരു നിസ്കാരമല്ല. നിസ്കാരം ആ തുമഅനീനത്തോടെ, അടക്കത്തോടെ, പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട് ഇത്തിബാഅോടുകൂടി, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുന്നൊരു നിസ്കാരക്കാരാക്കി ഞങ്ങളെ നീ മാറ്റണം. അതാണ് ആ പ്രാർത്ഥനയുടെ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ രൂപത്തിൽ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രാർത്ഥനകളെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി നമ്മൾ സ്വീകരിക്കുക. അതുപോലെ ഇബ്രാഹിം നബി ദുആ ചെയ്തു, വഇന്ന റബ്ബക ലഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹുവേ, നീ പാപം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. പാപം പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവേ വഗ്ഫിർലീ, നീ എനിക്ക് പുറത്തു തരണേ. അബീ ഇന്നഹു കാന മിനദ്ദാലീൻ, എനിക്ക് പുറത്തു തരണം, എൻ്റെ ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടണ്ട എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ വചനം നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാണ്, ഒരു മകൻ തൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് മാതൃക കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നത്. ഇബ്രാഹിം നബിൻ്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ഫലമില്ല. കാരണം മുശ്രിക്കായി ലോകത്ത് വിഗ്രഹാരാധനകൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിത്വമാണ്. അങ്ങനെ തന്നെ മരിച്ചുപോയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ഫലമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രാർത്ഥനയെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നിടത്ത്, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് അവിടെയും ഇബ്രാഹിം നബി വിട്ടിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഇനിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആകൾ കാണാം. ഏഴാമത്തെ പ്രാർത്ഥന നമുക്ക് കാണാം, വജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനീ വറസതി ജന്നതി നഈം. അല്ലാഹുവേ, ജനങ്ങൾ എന്നെപ്പറ്റി നല്ലത് പറയുന്ന, ജനങ്ങളുടെ നാവ് കൊണ്ട് എന്നെപ്പറ്റി നല്ലത് പറയുന്നവനാക്കി നീ എന്നെ മാറ്റണം പടച്ചോനെ. ആളുകൾ എന്നെപ്പറ്റി നന്മ പറയണം, എന്നെപ്പറ്റി നല്ലത് പറയണം. അതായത് ആളുകൾ തിന്മ പറയുന്ന, മോശപ്പെട്ടത് എന്നെപ്പറ്റി സംസാരിക്കുന്നിടത്തേക്ക് റബ്ബേ നീ എന്നെ തരം താഴ്ത്തരുത്. എന്നെ നീ എന്നും നീ പിന്നെ അംഗീകരിക്കുന്ന, ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്ന, എന്നെ സംബന്ധിച്ച് ജനങ്ങൾ നല്ലത് പറയുന്ന നാവുകളാക്കി
നല്ലത് പറയുന്ന ഒരു സാഹചര്യം നീ എനിക്ക് നൽകണം റബ്ബേ. അവിടെ നിർത്തിയില്ല. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വർഗം പടച്ചോനെ ഞാൻ നിന്നോട് അനന്തരമായി ചോദിക്കുകയാണ്. വജഅൽനി വറസതി ജന്നതി നഈം. പടച്ചോനെ എനിക്ക് അനന്തരാവകാശമായി ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് സ്വർഗം നീ എനിക്ക് അനന്തരമായി നൽകണം പടച്ചോനെ. സ്വർഗം നീ എനിക്ക് അനന്തരമായി നൽകണം. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ചോദിച്ചു, വാപ്പാക്ക് വേണ്ടി ചോദിച്ചു. ഈ ഒരൊറ്റ ദുആയിൽ, ഒരൊറ്റ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എട്ടാമതായി അദ്ദേഹം ദുആ ചെയ്ത ദുആ പരിശുദ്ധ ഖുർആനിൽ കാണാം. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കുന്നവനാക്കി അപമാനിക്കാതെ എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ. എന്നെ ഖിയാമത്ത് നാളിൽ നീ അപമാനിക്കരുതേ അല്ലാ. ഖിയാമത്ത് നാളിലെ അപമാനമാണ് ഏറ്റവും വലിയ അപമാനം. അള്ളാൻ്റെ പരിഗണനയില്ലാത്ത ആളുകളായി നമ്മൾ മാറിയാൽ, അള്ള തിരിഞ്ഞു നോക്കാത്ത വിഭാഗമായി നമ്മൾ മാറിയാൽ, അള്ള സംസാരിക്കാത്ത വിഭാഗമായി നമ്മൾ മാറിയാൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ട് റബ്ബേ, അദ്ദേഹം ദുആ ചെയ്യാണ്, എന്നെ ഖിയാമത്ത് നാളിൽ നീ എന്നെ അപമാനിക്കരുത് പടച്ചോനെ. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. 9ാമത്തെ ദുആ സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾക്കും വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നിടത്ത് അദ്ദേഹം എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തുന്നതോടൊപ്പം വരാനിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുമുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുകയാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വയൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എനിക്ക് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾക്കും പടച്ചോനെ നീ പുറത്തു കൊടുക്കണം. നിർത്തിയില്ല, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് നീ പുറത്തു കൊടുക്കണം. അതോടൊപ്പം ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ലോക ജനങ്ങളോട് കാരുണ്യം കാണിച്ച പ്രവാചകൻ. ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുന്നിടത്ത് വ്യക്തമായി നമുക്ക് കാണാം, ലോകത്തുള്ള സകല മനുഷ്യർക്കു വേണ്ടിയും ദുആ ചെയ്യുന്ന, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹാവ്യക്തിത്വം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്ക് കാണാം. സഹോദരങ്ങളെ, സ്വന്തത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് താനും തൻ്റെ കുടുംബവും മതി എന്ന് ഒതുങ്ങിക്കൂടുന്ന വ്യക്തിത്വമല്ല. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വർഗത്തിലെത്തിപ്പെടണം, പാപം പൊറുക്കപ്പെട്ടവരായി മാറണമെന്ന് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. 10ാമതായി നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ നാടിനു വേണ്ടി ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാടിനു വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ റബ്ബേ. ഇന്ത്യ രാജ്യത്ത് സഹോദരങ്ങളെ, ഈ രാജ്യത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ ഖൽബിൽ നിന്ന് ഉയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടേതായ ചിന്തകൾ രാജ്യത്ത് വിതക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി രാജ്യത്തെ കൊതിക്കുന്ന മുഅ്മിനിന്റെ ഖൽബിൽ നിന്ന് പുറത്തു വരേണ്ട ദുആയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മക്ക രാജ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കാമ്പാണിത്. ഇത് ഉൾക്കൊള്ളാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും മർമ്മമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ, പടച്ചോനെ നീ ആക്കണേ റബ്ബേ, ഹാദാ ബലദ ആമിന, ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണേ റബ്ബേ. നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ദുആ ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ഇബ്രാഹിം നബി അദ്ദേഹം ജീവിച്ച നാടിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകളെ നമുക്ക് ഏറ്റവും വലിയ മാതൃകയായി സ്വീകരിക്കാനുള്ളതാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദുആ തുടർന്ന് കാണാം. ആ നാടിനു വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു, റബ്ബനാ അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദ ആമിന, ഈ രാജ്യത്ത് നീ നിർഭയത്വം നിലനിർത്തണം, നിർഭയത്വമുള്ള നാടാക്കി നാടിനെ നീ മാറ്റണം. അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് തുടർന്ന് പറയുന്നത്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ ഹറം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ദുആ ചെയ്യുന്നു, ഇൻദ ബൈതികൽ മുഹറം, അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ഈ പവിത്രമായ മക്ക പ്രദേശം, ഇവിടെ
കൃഷിയില്ല റബ്ബേ, ഈ നാടിനെ നീ ഫലപ്രദമാക്കണേ പടച്ചോനെ. ഈ നാടിനെ നീ ആളുകൾ ഭക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഈ നാടിനെ നീ ഫലപ്രദമാക്കണേ റബ്ബേ. ഇവിടെ ഞങ്ങൾക്ക് നീ ശാന്തിയും സമാധാനവും നീ നിലനിർത്തി തരണേ അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അന്ന് മക്കാ രാജ്യം വറ്റി വരണ്ട് കിടക്കുന്ന മക്കാ രാജ്യമാണ്. ഇന്നും മക്കാ രാജ്യം കൃഷി വളരാത്ത സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. നമ്മുടെ നാടിനെ പോലെ വൃക്ഷങ്ങൾ വളർന്ന് പന്തലിക്കാത്ത മരുഭൂമിയായി പാറകളായി നിലനിൽക്കുന്ന നാടാണ്. ആ നാടിൽ ഫലപ്രദമായ ഭക്ഷണം ഉണ്ടാവാൻ, അവിടെ കൃത്യമായ റിസ്ക് ഉണ്ടാവാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലം ഇന്നും നമ്മൾ മക്കാ രാജ്യത്ത് ചെന്നാൽ കാണാം. അവിടെ കിട്ടാത്ത ഭക്ഷണമുണ്ടോ? അവിടെ കിട്ടാത്ത നോക്കൂ നിങ്ങൾ, അവിടെ കിട്ടാത്ത പഴവർഗ്ഗങ്ങളുണ്ടോ? ഒന്നുമില്ല. എല്ലാം അവർക്ക് സുലഭമായി ഇന്ന് ലഭിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നാടിനു വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കൂ നിങ്ങൾ, സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്തു, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു, പരിസരത്തുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തു, ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു, നാടിന് വേണ്ടി ദുആ ചെയ്തു, രാജ്യത്തുള്ള നോക്കൂ നിങ്ങൾ ആ നാട്ടിൽ റിസ്ക് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച പ്രാർത്ഥനകളിലെ ഏറ്റവും മഹത്തരമായ ദുആകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക, റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാനുള്ള പാഠം, പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദുആ നമ്മൾ മുറുകെ പിടിക്കുക. വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ നബിയെ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, അതുകൊണ്ട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ മാതൃകയുള്ള വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ. ഇത് ജീവിതത്തിൽ സ്വീകരിക്കുക, നമ്മുടെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം നബിയുടെ മാതൃകകൾ സ്വീകരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനകളെ, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ള മാതൃകയുള്ള ദുആകൾ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ 10 പ്രവേശിക്കുമ്പോൾ ഈദുൽ അദ്ഹ അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നാളെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് ഈദ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഖൈർ, തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യത്ത് ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാലിഹായ രൂപത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിർവഹിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിച്ച് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തുകൾ കൊണ്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹുവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനമായി സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹജ്ജത്തുൽ വിദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള
ആ ഹജ്ജത്തുൽ വിദായിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് തറക്തു ഫീക്കും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലി. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേറ്റു പോവുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച, ഉമ്മത്തിനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേറ്റു പോവുകയാണ്. തറക്തുഹും ഫീ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അതിനെ രണ്ടെണ്ണത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നിർവഹിച്ച, ജനങ്ങളോട് കൃത്യമായി ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിടത്ത് ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഖുർആനും സുന്നത്തും ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ നിരന്തരം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസം ഖുർആൻ പഠിപ്പിച്ച പോലെയാവണം. നമ്മുടെ കർമ്മങ്ങൾ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പോലെയാവണം. നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, എല്ലാ മേഖലയും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറണം. ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ദീന് പഠിപ്പിച്ച സകല പുണ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നിടത്ത് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുവരിക. പിന്നെ കുളിച്ച് ശുദ്ധിയായി ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പെരുന്നാളിൻ്റെ നിയ്യത്തോടു കൂടി കുളിച്ച് പ്രാർത്ഥനയോടെ തക്ബീർ ധ്വനികളോടെ നമ്മൾ ഈദിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹ് ആണ് നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നടത്തിയെടുത്ത് തന്നെ ഈദ്ഗാഹ് നിർവഹിക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് കൃത്യം 7:30 മണിക്ക് നമ്മുടെ നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. 7:30 മണി എന്നുള്ളത് അവിടെ നിന്ന് മാറൂല. 7:30 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങണം. മഴയുണ്ട് എങ്കിൽ നമ്മൾ പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കുക എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഴയില്ലെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും കുടുംബസമേതം ഈദ്ഗാഹിലേക്ക് എത്തിച്ചേരണം. വരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് സുന്നത്തായ രൂപത്തിൽ തന്നെ പുരുഷന്മാർ പുതുവസ്ത്രം ധരിച്ചവർക്ക് അത്തർ ഉപയോഗിക്കാം. സ്ത്രീകൾ അത് ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു ആർഭാടങ്ങളോ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സംവിധാനമോ ഒരു പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വസ്ത്രരംഗത്ത് പോലും ഇസ്ലാമികമായ വേഷം ധരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും പെരുന്നാളിൻ്റെ ദിവസമാണ് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് കരുതി ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിൽ സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. നിസാഉൻ ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസഹുന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദിന റീഹഹ. സ്വർഗ്ഗത്തിൻ്റെ വാസന പോലും തടയപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് ഹദീസിൽ കാണാം. ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെ വരുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ അല്ല നമ്മളെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള വസ്ത്രങ്ങളോ ആ രൂപത്തിലുള്ള ശൈലികളോ നമ്മൾ സ്വീകരിച്ചുകൂടാ. പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനോട് സഹോദരങ്ങളെ അലസത കാണിക്കുന്ന ആളുകളുണ്ട്. നിര്യാണിക്ക് താഴെ പോയപ്പോൾ എന്താ പത്ര വലിയ പ്രശ്നം എന്ന് ഒരു അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾ. സഹോദരങ്ങളത് ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹ് നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കാത്ത വിഭാഗമെന്ന് റസൂലുള്ള എണ്ണി പഠിപ്പിച്ചൊരു വിഭാഗമുണ്ടെങ്കിൽ അല്ലാഹ് സംസാരിക്കില്ല അവരോട് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച പുരുഷനാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. വസ്ത്രം നിര്യാണിക്ക് താഴെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ദീനി ചിട്ടയോടുകൂടി ഒരു ഈദിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങുക. വസ്ത്രമൊക്കെ ശ്രദ്ധിക്കുന്നിടത്ത് സൂക്ഷിച്ചും നല്ല രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. തക്ബീറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ എന്ന തക്ബീറിൻ്റെ ആ ധ്വനികൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നിയ്യത്താക്കിയ ആളുകൾ, ഉളുഹിയ്യത്തിന് വേണ്ടി ബലിമൃഗത്തെ വാങ്ങിയിട്ടുള്ള അതിന് നിയ്യത്താക്കിയിട്ടുള്ള ആളുകൾ പെരുന്നാളാണ് എന്ന് കരുതി നഖവും അതുപോലെയുള്ള മുടിയുമൊക്കെ മുറിച്ചു മാറ്റാതെ
ശ്രദ്ധിക്കുക. അറിവ് നടത്തിയതിന് ശേഷമേ അവർക്ക് അതിനുള്ള അവസരമുള്ളൂ എന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ നന്മകളും പാലിച്ച് അംഗീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. വിഷമിക്കുന്നവൻ്റെ വിഷമം തിരിച്ചറിയേണ്ട ദിവസങ്ങളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പുത്തനുടുപ്പുകൾ ധരിച്ച് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, ഈദിലേക്ക് വരുമ്പോൾ അതില്ലാത്തവനെ കൂടി നമ്മൾ പരിഗണിച്ചാൽ നന്നാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.